അവിടുത്തെ ഒരു സാറുണ്ട് അവിടെ എ സി കയറിക്കോന്ന് എന്റെ എ സി കണ്ണോട്ടൊക്കെ നോക്കിയപ്പോ ടീച്ചർ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി ടിക്കറ്റ് മേടിച്ച് കൊണ്ടുപോയി പിന്നെ ചോദിക്കാൻ പോയി നമ്മള് അടിക്കാൻ മൈനറാന്ന് പറഞ്ഞു അതിൽ മൈനറാന്ന് പറഞ്ഞു എന്നിട്ട് ആദ്യം അടിക്കാൻ നോക്കി ഫോൺ കൊണ്ടുപോയി എന്റെ അച്ഛൻ വീഡിയോ ഉണ്ടോ അടിക്കാൻ അത് ഏത് നിയമത്തില് പറഞ്ഞ് ട്രെയിനിന്ന് വീഡിയോ എടുക്കുന്നത് അത്ര ആള് വ്ളോഗ് എടുക്കുന്നുണ്ട്. എന്താ ഇത് ഗൈസ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചോ. റെക്കോർഡ് ചെയ്ത് വെച്ച കാരണം വെച്ചാൽ പറയാൻ പറ്റില്ല എന്താ സംഭവം എന്നുള്ളത്. കാരണം ഇനിയിപ്പോ ഷൊർണൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്തോ ചെയ്യുമെന്ന് അവിടെ മെമ്മോ കൊടുത്തിട്ട് അറിയില്ല. സ്റ്റേഷൻ അയാൾക്കെന്തോ മേമോ എന്താ സത്യം പറയാണ് അയാള് പോയല്ലോ, അയാൾ പേടിച്ചു പോയല്ല. സാറെ കൂട്ടാൻ പറ്റും. സാറ് ക്യാമറ കിട്ടിയത് സാറ് നമ്മളെ പേടിച്ച് പോയത് കേരള പോലീസ് എല്ലാവരും റെസ്പെക്ട് മാത്രമേ ഇന്ന് മുതലുള്ളൂ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ എന്തിരുന്നാൽ പോലും ഫൈൻ അടക്കാന്ന് പറഞ്ഞു. നമ്മൾ ടിക്കറ്റ് ഇപ്പൊ എന്താ കൈമ ടിക്കറ്റില്ല. ഈ 30 Pro മേടിച്ചിട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ എന്താ പറയാ പോലീസുകാരെ കൈമത്തന്നാ ഈ 30 Pro അടിക്കാൻ വന്നു. അടിക്കാൻ വന്നപ്പോ വീഡിയോ എടുക്കാൻ പോയി. എന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. പറയാ പ്രൂഫ് ഉണ്ടോ തൊട്ടേന് പ്രൂഫ് ഉണ്ടോ പ്രൂഫ് എന്റെ പ്രൂഫ് കിട്ടിയാ എനിക്ക് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയാ അന്റെ പ്രൂഫ് കൊണ്ടുപോയി സാറേ മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആകാൻ വേണ്ടിട്ട് വരില്ല. ഓക്കെ ഫേമസ് ആണ് അതിന്റെ അടുക്ക് ഒന്നും പറ്റില്ല. വേഗം കൊടുത്ത് അവിടെ അല്ലല്ല മുഖം കാണിക്കല. അയ്യോ പോലീസുകാരെ മുഖം കാണിക്കലടാ. വക്കീലാണ് മുഖം കാണിച്ചോന്നാ മുഖം കാണിച്ചോന്നാ ഒന്നും കുഴപ്പമില്ല. സാറേ വേണേ പൈസ വില വേണമെങ്കിൽ വന്നു കമൺ കമൺ എവിടെ ഇത് കിട്ടി ആധാർ കാർഡിന്റെ ഇത് കിട്ടി. ആധാർ കാർഡ് ഇല്ല. എന്റെ ആധാർ കാർഡ് ഇല്ല. ഇവിടെ വേറെ സംഭവം ഉണ്ട്. അതായത് എന്റെ ആധാർ കാർഡ് കൊണ്ടുപോയി സാറല്ലേ വേറൊരു കാര്യമുണ്ട്. അതായത് സംസാരിക്കുന്ന കണ്ടപ്പോ ഇവർ വേറെ കേസ് വേറെ രീതിയിലേക്ക് മാറ്റാണ്ടിട്ട് ഇവിടെയുള്ള ആൾക്കാർ ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടോ വെച്ചിട്ട് അതായത് ആ രീതിയിൽ കേസ് എടുക്കാം. മഹാനവരെ നിർത്തിയിട്ടുണ്ട്. എവിടെ നമ്മളെ ആധാറിന്റെ കോപ്പി സാർ എന്തിനാ അടിക്കാൻ നോക്കിയ സാർ അമ്മോ അന്നെ അടിക്കാൻ നോക്കി എന്തിനാ തീറ്റാറേ പഴമ്പൊതിങ്ങോ സുന്ദരനാ സാർ ഇവൻ അടിക്കാൻ നോക്കിയാ എന്താ നിങ്ങൾ ആധാർ കാർഡ് സാറിന്റെ ആധാർ കാർഡ് എന്റെ പ്രൂഫ് കാണിച്ചു. ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഡിസ്റ്റർബൻസ് എങ്ങനെ ഇതിനകത്ത് കേറിയത്? കോമഡി നടക്കൂല. നമ്മൾ വളരെ മാന്യമായിട്ടാണ് സാർ വീഡിയോ എടുക്കാൻ തോന്നിയ സമയത്ത് മാത്രം ഇങ്ങനെ കാമായത്. അതിന് അടിക്കാൻ സാർ ഇങ്ങനെ അല്ലല്ലോ. എന്റെ മുഖത്തിലെ കയ്യെന്ന മുഖത്ത് ഇപ്പൊ വരുന്നില്ലേ നിനക്കിപ്പോ ശരിയായിക്കോളൂ. ആയിക്കോളൂ. ലൈവാ എന്ത് ലൈവ്? ലൈവായത് 1500 ആൾക്കാരെ നീ അത് വിളിക്കുന്നു നമ്പർ കൊറേ നേരം എന്ത് എനിക്കറിഞ്ഞൂടാ. അല്ല സാറോട് അപമര്യാദ ഞാൻ പറയാം. നിങ്ങളെ മെമ്മ എഴുതി തരും. നിങ്ങൾ അവരോട് സംസാരിക്കും. സാറേ ഞാൻ പറ ഇവന്റെ ലോക്കൽ ഗാർഡിയാണ്. എനിക്ക് നിങ്ങളോടല്ല നിങ്ങളോടല്ല അവിടെ സംസാരിക്കുന്നില്ല. ടീച്ചർ പുതിങ്ങി സാറേ ഇവർ മൈനർ ആയതുകൊണ്ട് ഇവന്റെ ലോക്കൽ ഗാർഡിയനാ. സംസാരിക്കണ്ടേ അതാ പേടിച്ച്. അയ്യോ ആരാ ഇപ്പൊ സംസാരിക്കുന്നില്ല. സാറ് പറഞ്ഞോ തൊപ്പിയാണ് സാർ ഇത്. തൊപ്പിനോട് സംസാരിക്കേ. സാർ ഇവന്റെ ലോക്കൽ ഗാർഡിയനാ. ഇങ്ങനത്തെ പ്രൊസീജിയർ നമ്മൾ ചെയ്യണ്ടേ? സാറ് 2000 ആൾക്കാർ കണ്ടോണ്ടിരിക്കാൻ കുട്ടികളെ സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ ഇതാക്കാനോ മോശത്തിനോ വേണ്ടല്ല. തൊപ്പി MR തൊപ്പി ഭീഷണി. എന്താ സാർ ലൈവാ ഭീഷണില്ലേ അറിയില്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ട് എഴുതി കൊടുത്താൽ ഞാൻ എടുത്തോളാം. ഫൈൻ ഷൊർണൂർ ജംഗ്ഷനിലാന്ന് ഇറങ്ങാൻ പറയുന്നത്. എന്താ ചെയ്യണ്ടേ? എന്താന്ന് വെച്ചാൽ ചെയ്തോ. എന്തായാലും കേസ് എന്തായാലും ഫയൽ ചെയ്യണം. അതെന്താ ചെയ്തോ? ഓന്റെ പേര് എന്റെ പ്രൂഫ് കൊണ്ട് പോയില്ലേ? അപ്പൊ ശശിധരനാ പേര്? പ്രൂഫ് അന്റെ പ്രൂഫ് തരുന്നില്ല. പ്രൂഫ് മേടിച്ചിട്ടൊക്കെ പ്രൂഫ് ആരാ മേടിച്ചെന്ന് ആരാ മേടിച്ചില്ലാന്ന് ഞാൻ തീറിക്കോളാം. ഓക്കെ ചെക്കന്റെ മേത്ത് കൈവക്കാൻ പോയി പറഞ്ഞപ്പോ അവിടെ ഞാൻ തീറിക്കോളാം. അടി കീറിച്ചല്ലേ ഓൾറെഡി. ഓടി പോലെ സാറ് ആ പ്രൂഫ് ഒന്ന് കാണിച്ചാ. സാറെ വേഗം വാച്ചിങ് കൂടി 3000 വേഗം വാച്ചിങ് കൂടിച്ചാ ഫേസ് വാല്യൂ വേണ്ടേ? ഈ ആൾക്ക് ഫേമസ് ഒന്നാണ്. എന്താണ് ഇത് അവസ്ഥ? ഇതെന്തിനാ നടക്കുന്നത്? ഇപ്പൊ പോയി ലൈവോടൊക്കെ പോയി. ഇത്രയും നേരം പറഞ്ഞോ ലൈവ് ആകുമ്പോ മാനത അല്ലെങ്കിൽ എന്ത് സാറ് പോന്നോ? ഞാൻ നോക്കിക്കോളൂ. ഓക്കെ ഓക്കെ
ഇത്ര നേരം നമുക്ക് സാറേ, ഞാൻ പറയട്ടെ? നമ്മളില്ലേ? ഇപ്പം പോയാ ഞാൻ പറയാം ഇപ്പം പോയി നിങ്ങൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ അവിടുന്ന് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് ജന ടിക്കറ്റ് എടുത്തിട്ട് AC കയറി അതന്നെ, എന്നിട്ട് നിങ്ങൾ എന്തേ നമ്മൾ സാറേ അല്ല ഇങ്ങോട്ടേക്ക് വന്നു. അതായത് സ്വാഭാവികം വണ്ടി എടുത്തല്ലോ. അപ്പൊ അവിടുന്ന് പറഞ്ഞുകൊണ്ടാക്കി നമ്മൾ ആദ്യം കൺവേർട്ട് കിട്ടുമെന്ന് ചോദിച്ചു. അവിടെ സ്ലീപ്പറിൽ പോയി വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണോ? അല്ല അല്ല അടിക്കാൻ അറിയാണോ വേണ്ടത്? നിങ്ങൾക്ക് ഇതാക്കുകയാണോ വേണ്ടത്? നിങ്ങൾ വീഡിയോ ഉണ്ടാക്കണം. വീഡിയോ ഉണ്ടാക്കുന്നല്ല ഞാൻ പറയാം. നിങ്ങൾ ജനറൽ ടിക്കറ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ സ്ലീപ്പറിൽ നിൽക്കുന്നത് നിങ്ങൾ വീഡിയോ എടുക്കണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ കാര്യം അറിയണോ വേണ്ടത്? നിങ്ങൾക്ക് ഈ എന്റെ സേഫ്റ്റിയാ എന്റെ സേഫ്റ്റിയാ നിങ്ങളെ ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഫൈൻ അടക്കാൻ ബാധ്യത. ഇവൻ അടിക്കാൻ നോക്കി. അതുകൊണ്ടാണ് അപ്പൊ ടിക്കറ്റ് ഉണ്ടോ നിങ്ങളെടുത്ത്? ഈ രാത്രി 12 മണി സമയത്ത് നിങ്ങളെ ഈ ട്രെയിനിൽ കയറിയിട്ട് AC യിനകത്ത് കടക്കാനുള്ള ടിക്കറ്റ് നിങ്ങളെ കയ്യിലുണ്ടോ? ഇറങ്ങാന്ന് പറയും. നമ്മൾ സ്റ്റോപ്പിൽ ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇറങ്ങണം. ഓടുന്ന ട്രെയിൻ ചാടിച്ചാവണം ഇറങ്ങിയിട്ട് നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റ് അത് നിങ്ങൾക്ക് അറിയോ? അത് നിങ്ങൾക്ക് അറിയോ? അപ്പോഴത്തേക്ക് ട്രെയിൻ വിട്ട് സാറേ. അപ്പൊ തന്നെ അത് നമ്മളെ ട്രെയിൻ വിട്ടതല്ല. ചെയിൻ വെച്ച ലൈൻ ബസ്സെല്ലാം ഇറങ്ങാൻ വേണ്ടിട്ട് ഇത് ഓടുന്ന ട്രെയിന് നേരത്തെ നമ്മൾ ചോദിച്ചു ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. സംസാരിക്കും ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പരിപാടി ഇതിന്റെ ഉള്ളിൽ കൂടി പോയിട്ട് അവസാനത്തെ ബോഗിയിൽ നിന്നിട്ട് നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയ പോലെ ടിക്കറ്റ് നിങ്ങളൊരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് വെറുതെ ഒരു വീഡിയോ എടുക്കാൻ മോനെ മെനക്കടല്ലേ വെറുതെ? അന്റെ പ്രൂഫാ അന്നെ അടിക്കാൻ പ്രൂഫാ ഇപ്പൊ ഞങ്ങൾ എന്നോട് എന്താ ചെയ്തോ? വീടെടുത്ത പ്രശ്നമല്ലോ. എന്നിട്ട് ആ സാറിന്റെ സാറിന്റെ വീടെടുത്ത പ്രശ്നമുണ്ടോ? മൈൻഡ് ആരെ വീടെടുത്ത പ്രശ്നം ആരാ പറഞ്ഞ? ഏത് സാറാണ് പറഞ്ഞത്? ഈ സാറാണ് വീടെടുക്കാൻ പറ്റില്ല. ഫോൺ ഈ സാറ് പറയാ വീടെടുത്ത പ്രശ്നം ഫോൺ എടുക്കാൻ പറ്റില്ല. ഫോൺ എടുത്തു ട്രെയിനിൽ വീട് വേറെ കേസാക്കി ആ സാറ് കണ്ടിപ്പോ സാറിന്റെ പേരാണ് ശശിധരൻ പി സാർ. സാറിനോട് നമുക്ക് ആദ്യം റെസ്പെക്ട് ശരിക്കും നമ്മളൊരു ആലുവ ഓക്കെ ഫോട്ടോ എടുത്തോ ആധാർ കാർഡ്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യ രാജ്യമാണ് സുഹൃത്തുക്കളെ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും റെസ്പെക്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായില്ല കേരള പോലീസിനോട്. എന്താ സംഭവിച്ചാൽ ആദ്യം TTR മാത്രം നമ്മൾ അപമര്യാദ പെരുമാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവർ പെരുമാറിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ കാര്യം വ്യക്തമായിട്ട് പറയാം. ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ എന്താക്കി ഇവർ പിന്നെ ട്രെയിൻ എടുത്തു പോയ സമയത്ത് അവിടെ കണ്ട പോലീസോട് നമ്മൾ ചോദിച്ചു. സാർ ഇപ്പൊ പറഞ്ഞില്ലേ സാറ് ഇതിനിടയിൽ കൂടി പോയിട്ട് നിങ്ങൾക്ക് ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് പോകാനുള്ള വഴി ഉണ്ടെന്ന് ഇടയിൽ TTR കണ്ട് കാര്യം പറഞ്ഞു. സാറേ നമുക്ക് കൺവേർട്ട് ആക്കാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞു എടാ നിങ്ങളുടെ നേരത്തെ ഈ കൂടി പോയി ആ തീർച്ചയായും പിള്ളേർ നിങ്ങളോട് കയറണ്ടെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവസാനം പോയിട്ട് മമ്മു നമ്മളെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിൽ നമ്മൾ ഓരോ പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്തിട്ട് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ പറയാ TTR ആദ്യം ടിക്കറ്റ് ഒക്കെ മേടിച്ച് ഫുള്ള് കുത്തി പറഞ്ഞു. നിങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണ് ഏത് പോലും ഞാൻ പറഞ്ഞു സാറേ ആ പോലീസുകാരൻ പറഞ്ഞു അടുത്ത സ്റ്റോപ്പിലെത്തി ഇറങ്ങി മാറി കയറിക്കോന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് നമ്മുടെ സാറാ ടിക്കറ്റ് നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളൂ. അപ്പൊ പറഞ്ഞേ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്താ ആദ്യം ഞാൻ പേടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞു ആദ്യം ഇവരും ചോദിച്ചാൽ എന്താ സംഭവം എന്ന് വെച്ച്. അപ്പൊ ആ സംഭവം ചോദിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് ഇവരെ കൂട്ടിപ്പോയി. അപ്പൊ എന്താ പറയാ ഒരു സേഫ്റ്റിക്ക് വീടെടുക്കാന്ന രീതി ഞാൻ ബേക്കിന്ന് വീടെടുക്കാൻ നോക്കിയ സമയത്ത് ഇവനെ ഫ്രണ്ടിൽ ഉണ്ടായി. ഇവരോട് ചോദിച്ചു എന്താ പരിപാടി എന്ന് വെച്ച്. അപ്പൊ പറയാ നമ്മൾ പറഞ്ഞു ഇവിടെ അടിക്കാന്നുള്ള രീതിയിൽ ചൂടായി. അപ്പൊ പറഞ്ഞു മൈനറാന്ന് പറഞ്ഞു അതിനടിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്താക്കി ആ സമയത്ത് അതിനടിക്കാൻ പോയി. അപ്പൊ പറഞ്ഞു സാറ് അടിക്കാൻ നിൽക്കണം. അപ്പൊ നമ്മൾ പ്രൂഫിന് വേണ്ടി ഇപ്പൊ സ്വാഭാവിക ഇത്രയും പോലീസുകാരുണ്ട്. ഇപ്പൊ നമ്മൾ ഭാഗത്താണ് ഇല്ലെന്നല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ ഷൊർണൂരിൽ നമ്മൾ ഇറങ്ങിയ അവിടെ സ്റ്റേഷനിലേക്ക് നമ്മള് എന്താന്ന് നമുക്ക് അറിയില്ല. TTR ഇന്നോട് എന്തായാലും ചോദിച്ചത് എന്താ മെഡിക്കൽ എടുക്കാനാ? മെഡിക്കൽ കാർഡ് വെറും മറ്റടുത്ത ചോദ്യമാണ് ചെക്കനോട് ചോദിച്ചത്. മുത്ത എന്താണ് ഈ ചങ്ങാന്റെ പേര്? കൃഷ്ണകുമാരാ മുത്തിങ്ങോ? ടീച്ചർ പേര് തൂറി മെഴുകിയിട്ടാണുള്ളത്. ഇതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. ഇതൊക്കെ കാരക്കല്ലാറ്റല്ലോ. എല്ലാം സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടെ. അടിച്ചോ അത്ര അടിച്ചോ. പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു ഫൈൻ അടക്കാം. എത്ര ഫൈൻ ആണെങ്കിലും അടക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു സ്പോട്ടിൽ ഞാൻ വിളിച്ചു. പക്ഷെ ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു. ഇവൻ അടിക്കാൻ നോക്കി. നമ്മൾ അടിച്ചാൽ നമുക്ക് സീനൊന്നുമില്ല. മൈനറാണ് അടിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് കുട്ടികളെ വെച്ച് അടിക്കാൻ നോക്കി പേടിപ്പിച്ച്. ആ സമയത്ത് നമ്മൾ പ്രൂഫായിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യം വന്നേ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ.
ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കാറില്ല. ലൈവ് കട്ടാക്കി നമ്മളെ പ്രൂഫിന് വേണ്ടി നമ്മൾ ലൈവ് എടുത്തില്ല. ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും അറിയില്ല. കട്ടാക്കേണ്ട ഇവിടെ അധികാരം സംഭവിക്കാറില്ല. ആദ്യം പറഞ്ഞ് ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ റൂൾസ് ഉണ്ട്, റെയിൽവേന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു. വക്കീലിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ധൈര്യമായിട്ട് വീഡിയോ എടുത്തു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്ക് നോക്കാം. ഷൊർണൂർ സ്റ്റേഷൻ. ഓക്കെ നമ്മളിനിപ്പോ സ്റ്റേഷനിലാണ് നമ്മളെ ടീച്ചർ പോകുന്നത്. അറിയില്ല. പ്രിയ അതിഥി ബാബാ ടീച്ചറാണ്.